ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? ആ, ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത വേദനയുണ്ട്. തല പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ട്. പ്രശ്നമാണല്ലോ. ആ തലവേദന നമുക്ക് മാറ്റിയെടുക്കണ്ടേ? വേണം. ആ തലവേദന മാറിക്കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. ഇവിടെ വിശ്വാസമാണ് പ്രധാനം. രോഗിക്ക് വൈദ്യനിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ രോഗം ഞാൻ മാറ്റിത്തരാം. എനിക്ക് തിരുമേനിയെ വലിയ വിശ്വാസ. സന്തോഷം. തലവേദന കുറയ്ക്കാനുള്ള ചികിത്സ ഇന്ന് തന്നെ ആരംഭിക്കാം. എന്താ? തിരുമേനി പറയുന്ന പോലെ. അപ്പൊ ശരി, ലച്ചുവിന്റെ ചികിത്സ ഇന്ന് തന്നെ തുടങ്ങുന്നു. ഗോവിന്ദ്, ലച്ചുവിന് ആ കിഴക്കുവശത്തുള്ള മുറി കാണിച്ചു കൊടുക്കുക. മറ്റുള്ളവർക്ക് താമസിക്കാൻ വേറെ മുറിയും കൊടുക്കുക. ശരി മുത്തശ്ശ. എന്താ പൊയ്ക്കോളൂ. ഇന്നെനിക്ക് പ്രത്യേക പൂജയുണ്ട്. അത് കഴിഞ്ഞ് ലച്ചുവിന്റെ ചികിത്സ ആരംഭിക്കാം. വരൂ. ഇത്തവണ ആ ലക്ഷ്മി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. ആ സഞ്ജുവും ഗോവിന്ദും ഇങ്ങനെ തിരിച്ചാക്രമിക്കുമെന്ന് ആരും തീരെ പ്രതീക്ഷിച്ചില്ല. രാത്രിയായിരുന്നെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ മേൽക്കൈ കിട്ടിയാനെ. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. സഞ്ജുവും ഗോവിന്ദും കൂടി ലച്ചുവിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയിപ്പോ അക്കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമുക്ക് എന്താ പ്രയോജനം? ഇനിയിപ്പോ നമുക്ക് ലക്ഷ്മിയുടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നേ? അതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ആലോചിക്കാം. ഒരു കാര്യം ഉറപ്പാ, മോസിന്റെ ചികിത്സ കൊണ്ട് ലച്ചുവിന് നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കിട്ടും. അങ്ങനെ സംഭവിക്കരുത്. സ്വാതിയും സഞ്ജുവും വെറുതെ അല്ല അവളുടെ കൂടെ മനയിലേക്ക് പോയിരിക്കുന്നത്. അവളെ ചികിത്സിപ്പിച്ച് രക്ഷപ്പെടുത്തി അവർ മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അവളെ അവർ തിരിച്ചു മംഗലശ്ശേരിയിലേക്ക് കൊണ്ടുവരരുത്. മംഗലശ്ശേരിയുടെ ഐശ്വര്യമാ ലച്ചു, അത് പാടില്ല. ആ തിരുമേനി പറഞ്ഞത് ഗൗതമേട്ടന് ഓർമ്മയില്ലേ? ശരിയാ, ലക്ഷ്മിയുടെ സാന്നിധ്യ മംഗലശ്ശേരിയുടെ ഐശ്വര്യത്തിന് കാരണം. അവൾ ഇവിടുന്ന് പോയാ ആ പഴയ ശാപങ്ങൾ മംഗലശ്ശേരിയെ മുടിക്കും. സ്വത്ത്, സമ്പാദ്യം, കമ്പനി എല്ലാം തകർന്ന് സഞ്ജുവും ശ്രീദേവിയും പിച്ചെടുക്കും. അപ്പോ നമ്മളിനി എന്താ ചെയ്യണ്ടേ? മംഗലശ്ശേരിയിലെ ഐശ്വര്യമായ ലച്ചു ഇനി ഒരിക്കലും മംഗലശ്ശേരിയിൽ എത്താൻ പാടില്ല. അതിനിത്ര ആലോചിക്കാൻ എന്താ? ആ മൂസിന്റെ മനയെ വെച്ച് തന്നെ ലച്ചുവിന് എന്തെങ്കിലും സംഭവിക്കണമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളത് നടപ്പാക്കണം. സ്വാതിയും സഞ്ജുവും അവളോടൊപ്പം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഗോവിന്ദും മൂസിനെയും സൂക്ഷിക്കണം. അപ്പൊ പിന്നെ ഏട്ടൻ പറഞ്ഞ കാര്യം അത്ര ഈസിയല്ല. അവിടെ വച്ച് അവളെ തീർക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നമുക്ക് മറ്റൊന്ന് ചെയ്തൂടെ? അതെന്താ? അക്കാര്യം നിങ്ങൾ എനിക്ക് വിട്ടേക്കാം. എന്നാലും എന്താ ഐഡിയ എന്നാ ഞങ്ങൾക്കറിയേണ്ടത്. കൊട്ടി ഘോഷിച്ച് ലച്ചുവിനെ ഇല്ലാതാക്കാൻ പോയിട്ട് ഇപ്പൊ എന്തായി അവസ്ഥ? ഇനിയിപ്പോ വലിയ ആഘോഷവും ബിൽഡപ്പും ഒന്നും ഇല്ലാതെ ഞാൻ എനിക്ക് പറ്റുന്ന ഒരു കാര്യം ചെയ്യാം. ലച്ചു, അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇനി താമസമില്ല, അത് ഞാൻ ചെയ്തിരിക്കും.
ഇപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പോ ചികിത്സയ്ക്ക് തക്ക ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലച്ചുവിന് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടി തുടങ്ങിയല്ലേ മുത്തശ്ശ? അതെ, പൂർണ്ണമായിട്ടല്ല, ഭാഗ്യമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ലച്ചുവിന്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഒന്നും വ്യക്തമായി ഓർക്കാൻ അവൾക്കാവുന്നില്ല. അപ്പോ ലച്ചുവിന് പഴയ ഓർമ്മകൾ പൂർണ്ണമായും വ്യക്തതയോടെ ഓർത്തെടുക്കാൻ പറ്റില്ലേ? പറ്റും. ഇപ്പോ ചികിത്സ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് തുടരണം. പഴയ ഓർമ്മകൾ പൂർണ്ണമായും തിരിച്ചു കിട്ടാൻ കാലതാമസമെടുക്കും. ലച്ചുവിന് പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടണമെങ്കിൽ അവളുടെ പഴയകാല ഓർമ്മകളുമായി ബന്ധപ്പെട്ട അവളുടെ ജീവിതത്തിൽ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ അവിചാരിതമായി ലച്ചു കാണണം. അങ്ങനെ സംഭവിച്ചാൽ അത് ലച്ചുവിന്റെ മനസ്സിൽ മറഞ്ഞുകിടക്കുന്ന ഓർമ്മകളെ പെട്ടെന്ന് ഉണർത്തിയെടുത്തുന്നിരിക്കും. എന്നാ അങ്ങനെ പെട്ടെന്ന് ലച്ചുവിന് ഓർമ്മ തിരിച്ചു കിട്ടുന്നതല്ലേ നല്ലത്? അത് ശരിയാ. പക്ഷേ ലച്ചുവിന്റെ മുൻപേയുള്ള ജീവിതത്തില് അങ്ങനെ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തി അതാരാ? ആളെ എങ്ങനെ കണ്ടെത്താനാ? അതിന് എനിക്ക് സാധിക്കും. എങ്ങനെയും ലച്ചുവിന് പെട്ടെന്ന് ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അതിന് ഞാൻ എന്ത് ത്യാഗവും ചെയ്യും. സ്വാതി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സഞ്ജു ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. സ്വാതി എവിടേക്ക് പോവാ? എല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ഹ. തിരുമേനി പറഞ്ഞ ആ ആളുമായിട്ടേ ഞാൻ തിരിച്ചു വരൂ. സ്വാതി എവിടേക്കാ? എന്താന്ന് പറയേ, ഞാനും കൂടി വരാന്ന്. വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്കാ നല്ലത്. നമുക്ക് ലച്ചുവിനെ രക്ഷിക്കണം. ഞാൻ പോയിട്ട് വരാം. സ്വാതി ഇവിടേക്ക് ഞാൻ ഒപ്പം ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പോ ലച്ചുവിന്റെ പഴയകാല ജീവിതത്തിൽ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാ? ആരെയാ സ്വാതി കൊണ്ടുവരാൻ പോയത്? വരട്ടെ, നോക്കാം. ഇത് കിച്ചണല്ലേ? ഇവനെ കൊണ്ടുവരാനാണോ സ്വാതി പോയത്? കിച്ചൻ ധ്യാന മണ്ഡപത്തിലേക്ക് ചെന്ന് നിൽക്ക. ഞാൻ അമ്മൂനെ കൂട്ടി വരാം. ഇവനെ കൂട്ടിക്കൊണ്ടുവരാനാണോ നീ പോയത്? ഒരിക്കലും പരീക്ഷിച്ചല്ലേ? തിരുമേനി പറഞ്ഞത് കേട്ടതല്ലേ? ചില ഓർമ്മകള് അമ്മുവിന്റെ മനസ്സിൽ മിന്നി മറിയുന്നുണ്ടെന്ന്. ഈ സമയം അവള് ഭർത്താവിനെ കണ്ട പഴയതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാലോ? നമുക്കെന്തായാലും ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. നീ പറഞ്ഞത് ശരിയാ മോളെ. അവൻ അവളെ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. നീ പോയി അമ്മൂനെ കൂട്ടിക്കൊണ്ടുവാ. ചെല്ല്. ശരി അമ്മ.
അച്ഛ, നീ എന്തിനാ കിച്ച സ്വാതി വിളിച്ചപ്പോ കൂടെ പോന്നത്? നീ വന്നിട്ട് ഒരു കാര്യമില്ല, നിനക്ക് അറിയാവുന്നതല്ലേ. എന്നെ ഇനിയെങ്കിലും ഇതിൽ നിന്നൊന്ന് മോചിപ്പിച്ച് കിട്ടണമെന്നേ ഞാൻ കരുതിയുള്ളൂ. പിന്നെ ഇനി വിളിച്ച ഒരു കാര്യത്തിന് വരില്ലെന്ന് സ്വാതിയോട് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അമ്മ പറയാൻ പോകുന്നത് എന്താന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. വാ. വാ. ലച്ചു, നീ മംഗലശ്ശേരിയിലുണ്ടെന്ന് കരുതി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് തലവേദനയുടെ ട്രീറ്റ്മെന്റിന് നീ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ച് നടക്കുന്നത്? നിങ്ങളെ കൊണ്ട് ഞാൻ സഹി കേട്ടല്ലോ. അമ്മു, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ സഞ്ജയല്ലേ ഇത്? ഇവന്റെ കൂടെ പോകാൻ ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറയാമോ? ഇയാൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളോടല്ല ഞാൻ പറഞ്ഞതല്ലേ ഇതല്ല എന്റെ ഭർത്താവെന്ന്. എന്റെ ഭർത്താവ് ദാ എന്റെ കൺമുന്നിൽ തന്നെ നിൽപ്പുണ്ട്. ഈ മനുഷ്യന്റെ ഭാര്യയായി അദ്ദേഹത്തോടൊപ്പം ജീവിക്കുമ്പോഴാ ഒരാൾ കേറി വന്ന് ഞാൻ അയാളുടെ ഭാര്യയാണെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് സഞ്ജുവേട്ടൻ ഇതൊക്കെ എങ്ങനെ കണ്ടും കേട്ടും നിൽക്കുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാം പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണെന്ന്. എന്തിനാണ് നിങ്ങൾ എല്ലാരും കൂടി എന്റെ താലി എങ്ങനെ സംശയിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആ താലി കെട്ടിയത് ഞാനായതുകൊണ്ട്. നിങ്ങളെ പ്രസവിച്ച അമ്മയെ സത്യം ചെയ്ത് പറയാമോ ഈ താലി നിങ്ങളാ എന്റെ കഴുത്തിൽ കെട്ടിയതെന്ന്? എന്റെ ഭർത്താവ് പോലും എന്നെ സംശയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളൊരാണാണെങ്കിൽ, അഭിമാനിയായ ഒരു അമ്മയുടെ മകനാണെങ്കിൽ ആ അമ്മയെ പിടിച്ച് സത്യം ചെയ്, നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്ന്. പറയടോ, പെരുവണ്ണാപുരത്തെ അമ്മയുടെ മുന്നിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിങ്ങളാണോ? നിങ്ങളത് പറഞ്ഞ ഞാനത് സത്യമല്ലെന്ന് തെളിയിക്കും. നിങ്ങളെ ഞാൻ പെരുവണ്ണാപുരത്ത് കൊണ്ടുപോകും. പെരുവണ്ണാപുരത്ത് അമ്മയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും. നിങ്ങളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്കത് ആരെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിലും എന്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നെ സംശയമുണ്ടായിട്ടല്ലേ നിങ്ങൾ പലതവണ വന്നിട്ടും ഈ മനുഷ്യൻ ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നത്? എടോ, എന്നാണ് താൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? പറയടോ, എടോ പറയാ.
എന്റെ ജീവിതം തകർക്കാൻ ആരോ പണം തന്ന് നിന്നെ അയച്ചതല്ലേ? ഇനി എന്റെ മുഖത്ത് നോക്കി പറ, നിങ്ങൾ എന്റെ ഭർത്താവാണോ? ഞാനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരാ എന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ദൈവമേ. ഡോ, നിക്ക്. എന്താ സ്വതി? നീ പറയുന്നു അമ്മുവിന്റെ ഭർത്താവ് നീയാണെന്ന്. അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് നീയാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ അല്ലെന്ന് അമ്മു ആവർത്തിച്ചു പറയുന്നു. അവൾക്ക് ഓർമ്മയില്ല തന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിനക്കൊന്നും ചെയ്യാനില്ലേ? നീ താലി കെട്ടിയ പെണ്ണ് ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോകാൻ നിനക്ക് കഴിയോടാ? നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഒരു പരീക്ഷണം നടത്താനാണെന്ന് നീ കരുതിയോ? അല്ല, അമ്മുവിന്റെ കാര്യത്തില് നിനക്കുള്ള ഉത്തരവാദിത്വം അറിയാനാ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരിക്കൽ വന്നതല്ലേ? നിങ്ങളല്ലേ അവളെ എന്നോട് വിടാത്തത്? ഇപ്പോ അവൾക്ക് ഓർമ്മ പോയിട്ട് എന്നെ തിരിച്ചറിയാത്ത നിലയ്ക്ക് എന്റെ തലയിലോട് കെട്ടിവെക്കാൻ നോക്കുവാണല്ലേ? നീ ഒരു ഭർത്താവാണെങ്കിൽ ഇങ്ങനൊരു വാചകം പറയോടാ? സത്യം പറയടാ, നീ തന്നെയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് തല്ലിയല്ലടി. ഞാൻ ശരിക്കും ആരാണെന്ന് നിനക്കറിയില്ല. എനിക്കറിയാടാ. അത് പറയാതെ ഈ മനയുടെ മതിൽ വിട്ട് നീ പോവില്ല. സഞ്ജയ് തന്നെയാണോ നിന്റെ പേര്? നിന്റെ ശരിക്കുള്ള പേര് പറയടാ. നീ പോവില്ലെന്ന് ഞാൻ പറഞ്ഞാ നീ പോവില്ല. എനിക്കിപ്പോ ഉറപ്പായി അമ്മുവിന്റെ ഭർത്താവ് നീ അല്ലെന്ന്. വിവാഹം വരെ അമ്മുവിന് എല്ലാരെയും ഓർമ്മയുണ്ടായിരുന്നു. അവളുടെ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം. പിന്നെന്താ നിന്നെ അവൾ ഓർക്കാത്തെ? നീ എവിടെ നിക്ക്. അമ്മുവിന്റെ കല്യാണം കൂടിയ ആളുകള് പെരുവണ്ണാപുരത്തുണ്ട്. ഒരു കരയ്ക്ക് അക്കരയാ സ്ഥലം. അവിടുത്തെ ആൾക്കാര് വരട്ടെ, അവര് നിന്നെ കണ്ടാ തിരിച്ചറിയൊന്ന് നോക്കട്ടെ. എന്തായാലും നിന്റെ പോക്കറ്റില് ഡ്രൈവിംഗ് ലൈസൻസ് എങ്കിലും കാണാതിരിക്കില്ലല്ലോ. ഞാനൊന്ന് ഗോവിന്ദിനെ വിളിക്കട്ടെ. ഗോവിന്ദ് ഇവിടെയുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് വരും. നീ ശരിക്കും ആരാണെന്ന് തെളിഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. നീ വന്ന് വീണിരിക്കുന്നതേ ഞാൻ വിരിച്ച വലയില. ഇന്ന് എനിക്കൊരു ഉറപ്പ് വരുത്തണം, അമ്മുവിന്റെ ഭർത്താവ് നീയാണോ അല്ലേ എന്ന്. നീ ഏറ്റു പറഞ്ഞ നിന്നെ ഞാൻ പോകാൻ അനുവദിക്കാം. അത് ഞാനായി നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതിനുള്ള ഔദാര്യം. അല്ലെങ്കിൽ നീ ആൾമാറാട്ടത്തിനകത്താവും. എന്നെ ശരിക്കും ഇങ്ങനൊരു കുരുക്കിൽ കൊണ്ട് ചാടിച്ചതോ? ഞാനല്ല അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്.